ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയുവാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഓക്കെ, ദേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റാം ഗോട്ട് 8 marks more than Shyam in an examination. Anil got 4 marks more than Ram in the same examination. If all three of them got 128 marks together as a total, Ram's mark would be. റാമിന്റെ മാർക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റാം ഒരു പരീക്ഷയിൽ ശ്യാമിനേക്കാൾ 8 മാർക്ക് കൂടുതൽ നേടി. ഇതേ പരീക്ഷയിൽ റാമിനേക്കാൾ 4 മാർക്ക് കൂടുതൽ അനിലിനു ലഭിച്ചു. 3 പേരും കൂടി ആകെ 128 മാർക്ക് നേടിയാൽ റാമിന്റെ മാർക്ക് എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെയും ശ്രദ്ധിക്കണം. ആർക്കൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കണം. റാം ഗോട്ട് 8 marks മോർ ദാൻ ശ്യാം. ശ്യാമിനേക്കാൾ 8 മാർക്ക് കൂടുതലുണ്ട് ആർക്ക്? റാമിന്. ഇനി അനിൽ ഗോട്ട് 4 marks മോർ ദാൻ റാം. അനിലിന് റാമിനേക്കാൾ 4 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇഫ് ഓൾ ഓഫ് 3 128 ആണ്, 3 പേരുടെയും കൂടെ. അപ്പൊ ഇവിടെ തരാത്ത ആളെ വേണം നമ്മൾ. തരാത്ത ആൾക്കാരെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എക്സ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ ശ്യാമിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. തന്നിട്ടില്ല. ഇനി നമുക്ക് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് റാം ഗോട്ട് 8 marks മോർ ദാൻ ശ്യാം. റാമിന് ശ്യാമിനേക്കാൾ 8 മാർക്ക്. അപ്പൊ ശ്യാം എന്ന് പറയുന്നത് എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ കൂടെ 8 മാർക്ക് കൂട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ആരെയാ പറഞ്ഞിട്ടിരിക്കുന്നത്? അനിൽ ഗോട്ട് 4 marks മോർ ദാൻ റാം. റാമിനേക്കാൾ 4 മാർക്ക് കൂടുതലാണ് ആർക്ക്? അനിലിന്. എക്സ് പ്ലസ് 8 പ്ലസ് 4 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 12 മാർക്കാണ് ആർക്ക്? അനിലിനുള്ളത്. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെയും കൂട്ടിയാൽ എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എത്രയെന്നാ വന്നിട്ടുള്ളത്? 128. 3 പേർക്കും കൂടെ ആകെ 128 എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് പ്ലസ് 12 ആണ് നമുക്ക് എന്തെന്ന് വരുന്നത്? 128 എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ദേ ഇവിടെ നമ്മൾ 128 കൊടുത്തു. ഇനി ഇവരെ എല്ലാവരെയും കൂടെ നമുക്ക് കൂട്ടണം. എക്സ് പ്ലസ് എക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് വരുന്നത്? 3x പ്ലസ് 8 പ്ലസ് 12 ആണ് 20 എന്ന് വരും. അതാണ് നമുക്ക് 128 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി 3xനെ അവിടെ നിർത്തി 128 മൈനസ് 20 കൊടുത്തു. അപ്പൊ എത്രയായി? 3x ഈസ് ഈക്വൽ ടു 108 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. 108 ഡിവൈഡഡ് ബൈ 3. നോക്കിക്കേ, 108 ഡിവൈഡഡ് ബൈ 3 ആണ്. 3 3s are 9. 18 വന്നില്ലേ? 3 6 are 18. സോ നമുക്ക് അവിടെ എക്സിന്റെ വാല്യൂ കിട്ടി 36. എക്സ് കിട്ടി 36. എക്സ് എന്ന് പറയുന്നത് ആരാ? ശ്യാം ആണ് 36. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാമിനെ കണ്ടുപിടിക്കാനാണ്. റാമിനെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 8 ആണല്ലേ? എക്സ് പ്ലസ് 8 എന്ന് പറയുമ്പോൾ 36 പ്ലസ് 8 ആണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, 36നെ ജസ്റ്റ് 8ന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് 44 എന്ന് ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പ് ദേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മുടെ മിഷൻ നവോദയ 2025ന്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ 1 day വർക്ക്ഷോപ്പ് ആൻഡ് മോക്ക് എക്സാം എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് January 5 ആണ് കേട്ടോ. January 5 സൺഡേ സെന്റ് തെരേസ കോളേജിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമും അതേപോലെ തന്നെ അതിന്റെ കൂടെയുള്ള ആ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനും കൂടെ വരുന്നത്. അപ്പൊ ലിമിറ്റഡ് സീറ്റ് ആണ്. ഡേറ്റ് എല്ലാവരും ഓർത്തു വെച്ചോ. January 5 സൺഡേ ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെന്റേഴ്സിനെയോ അല്ലെങ്കിൽ
അവിടുത്തെ എൻക്വയറി എടുക്കുന്ന ആൾക്കാരെയോ വിളിച്ചാൽ മതി, അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരും. കറക്റ്റായിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക, എങ്കിലും മാത്രമേ മോക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. OMR നമ്മൾ എഴുതുന്നത്. 2 hours എക്സാം ഉണ്ടാവും. 80 questions 100 മാർക്കിന് എഴുതാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു നവോദയ എക്സാം എഴുതിയിട്ട് നിങ്ങൾ മെയിൻ എക്സാം പോകുന്ന അതേ ഫീൽഡിൽ തന്നെ വരണം. എല്ലാ പോർഷൻസും പഠിച്ചിട്ട് വേണം വരാൻ കേട്ടോ. ഓർത്ത് വെച്ചോ, January 5 സൺഡേ, സ്ഥലം സെന്റ് ട്രീസ കോളേജ് ആണ്. രജിസ്ട്രേഷൻ ഫീ ഉണ്ട് 250 rupees. അപ്പൊ എല്ലാവരും ആദ്യമേ രജിസ്റ്റർ ചെയ്യുക, അത് കഴിയുമ്പോൾ അവർ കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജേഷ് വെയിറ്റ് ഈസ് 5 kg ലെസ് ദാൻ റാംസ് വെയിറ്റ് ആൻഡ് നേഹാസ് വെയിറ്റ് ഈസ് 3 kg മോർ ദാൻ റാംസ് വെയിറ്റ്. ഇഫ് വെയിറ്റ് ഓഫ് ദ 3 ഈസ് 103 kg. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് 3 പേരെയും കൂടെ കൂട്ടുമ്പോൾ 103 കിട്ടും. ദെൻ ദ വെയിറ്റ് ഓഫ് റാമിന്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. നോക്കിയേ, രാജേഷ് വെയിറ്റ് ഈസ് 5 kg ലെസ് ദാൻ റാംസ് വെയിറ്റ്. റാമിന്റെ വെയിറ്റിനേക്കാൾ 5 kg കുറവാണ് ആര്? രാജേഷിന്റെ വെയിറ്റ്. രാജേഷ് വെയിറ്റ് ഈസ് 5 kg ലെസ് ദാൻ റാമിനേക്കാൾ 5 kg കുറവാണ് ആർക്ക്? രാജേഷിന്. ഇനി നേഹാസ് വെയിറ്റ് ഈസ് 3 kg മോർ ദാൻ റാമിനേക്കാൾ 3 kg കൂടുതലാണ് ആര്? നേഹ. അവർ 3 പേരും കൂടെയാണ് 103. അങ്ങനെയെങ്കിൽ റാമിന്റെ വെയിറ്റ് എന്ത്? അപ്പൊ ഇവിടെ നമുക്ക് റാമിന്റെ വെയിറ്റിനെയാണ്, റാമിന്റെ ഭാരത്തെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. തന്നിട്ടില്ലല്ലോ. ഇനി രാജേഷ് വെയിറ്റ് ഈസ് 5 kg ലെസ് ദാൻ റാമിനേക്കാൾ 5 kg കുറവാണ് രാജേഷിന്. നേഹയ്ക്കാണെങ്കിലോ, നേഹാസ് വെയിറ്റ് ഈസ് 3 kg മോർ ദാൻ റാമ. നേഹ എന്ന് പറയുമ്പോൾ x+3 വന്നു അല്ലെ, x+3 വന്നു. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, x+x-5 പ്ലസ് x+3 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 103 kg. 103 kg എന്ന് തന്നിട്ടുണ്ട്. x+x-5 പ്ലസ് x+3 ഈസ് ഈക്വൽ ടു 103 kg എന്ന് കൊടുക്കുമ്പോൾ ഇനി x+x+x 3x -5 + 3 -2 എന്ന് നമുക്ക് വരും, ഈസ് ഈക്വൽ ടു 103 എന്ന് വരും അല്ലെ. 103 kg എന്ന് വന്നു. ഇനി 3x ഈസ് ഈക്വൽ ടു 103 + 2 കൊടുത്തു. അപ്പൊ നോക്കിക്കേ, 3x ഈസ് ഈക്വൽ ടു 105 എന്ന് കിട്ടി. ഇനി x ഈസ് ഈക്വൽ ടു 105 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുത്തു. അപ്പൊ നോക്കിക്കേ, 105 ഡിവൈഡഡ് ബൈ 3. ആദ്യമേ നോക്കിയത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, 5 + 1 6 3യുടെ ടേബിളിലുണ്ട്. ഡിവിസിബിലിറ്റി പഠിച്ചിട്ടുള്ളതല്ലേ എല്ലാവരും? നിശേഷഹരണം പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 3 3s are 9, 1 5 താഴത്തോട്ട് എഴുതി 3 5s are 15 ആണ് നമുക്ക് വരിക. 0 0 എന്ന് കിട്ടി അല്ലേ. ഇപ്പൊ 35 എന്ന ആൻസർ വന്നു. സോ x ഈസ് ഈക്വൽ ടു 35 kg എന്ന് വരും. 35 kg. ഇവിടെ x എന്ന് പറയുന്നത് ആരാണ്? റാമിന്റെ വെയിറ്റ്. റാമിന്റെ വെയിറ്റ് ആണ് x. സോ x ഈസ് ഈക്വൽ ടു 35 kg എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. റാമിന്റെ വെയിറ്റ് x ആണെങ്കിൽ രാജേഷ് റാമിനേക്കാൾ 5 കുറവാണ്, അപ്പൊ x-5. നേഹ എന്ന് പറയുന്നത് റാമിനേക്കാൾ 3 കൂടുതലാണ് വെയിറ്റിൽ, അപ്പൊ x+3. റാമാണ് x+3. അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഒരിക്കലും നിങ്ങൾക്ക് പോയിന്റ് വരത്തില്ല. അത് ഓർത്താരും പേടിക്കണ്ട. പോയിന്റ് വന്ന അവിടെ ആൻസറിൽ തെറ്റുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അവർ പോയിന്റ് തരത്തില്ല, ഡയറക്റ്റ് നമുക്ക് ഡിവിസിബിൾ ആവുന്ന രീതിയിലുള്ളതേ തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പങ്കജ് സ്കോർഡ് 15 marks ലെസ് ദാൻ ചാരു, ബട്ട് ചാരു സ്കോർഡ് 5 marks മോർ ദാൻ കാന്ത. If you add the marks of all 3 people, you get 112. Then how many marks will Kanta have? ചാരുവിനേക്കാൾ 15 മാർക്ക് കുറവാണ് പങ്കജ് നേടിയത്. പങ്കജ് എന്ന് പറയുന്നത് ചാരുവിനേക്കാൾ 15 മാർക്ക് കുറവാണ് നേടിയത്. പക്ഷേ ചാരുവിന് കാന്തയേക്കാൾ 5 മാർക്ക് കൂടുതലുണ്ട്. ചാരുവിന് കാന്തയേക്കാൾ 5 മാർക്ക് കൂടുതലുണ്ട്. 3 പേരുടെയും മാർക്ക് ചേർത്താൽ 112. അപ്പോൾ കാന്തയുടെ മാർക്ക് എത്ര? ഇവിടെ പങ്കജ് സ്കോർഡ് 15 marks മോർ ലെസ് ദാൻ ചാരു, ബട്ട് ചാരു സ്കോർഡ് 5 marks മോർ ദാൻ കാന്ത. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? കാന്തയുടെ തന്നിട്ടില്ല. സോ നമ്മൾ ആരെയാണ് എക്സ് ആയിട്ട് എടുക്കുക? കാന്തയെ എക്സ് ആയിട്ട് എടുത്തു. ഇനി നോക്കിക്കേ, പങ്കജ് സ്കോർഡ് 15 marks ലെസ് ദാൻ ചാരു ആണ്, ബട്ട് ചാരു സ്കോർഡ് 5 marks മോർ ദാൻ കാന്ത.
ചാരുവിനെ ആദ്യം എഴുതുക. ചാരു എന്ന് പറയുന്നത് കാന്തയേക്കാൾ 5 മാർക്ക് കൂടുതൽ വാങ്ങി. ചാരു എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ചാരു എന്ന് പറയുന്ന ആള്, ചാരു സ്കോർഡ് 5 മാർക്സ് മോർ ദാൻ കാന്ത. നോക്കിയേ, ചാരു ഇസ് ഈക്വൽ ടു x+5 എന്ന് വന്നു. ഇനി അടുത്തതാണ് പങ്കജ് സ്കോർഡ് 15 മാർക്സ് ലെസ് ദാൻ ചാരു ആണ്. അപ്പോ പങ്കജ് വാങ്ങിയത് ചാരുവിനേക്കാൾ 15 മാർക്ക് കുറവാണ്. 15 മാർക്ക് കുറവാണ് വാങ്ങിയത്. അപ്പൊ നോക്കിക്കേ, ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എല്ലാവരെയും കൂടെയും കൂട്ടിയാൽ എത്ര വരും? 112 വരും. എല്ലാവരെയും കൂടെയും കൂട്ടിയാൽ നമുക്ക് 112 വരും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യൂ? ഇനി x+5 പ്ലസ് ഇവിടെ -5ഉം -15ഉം -10 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 112 എന്ന് കിട്ടി. ഇനി x + x + x 3x. ഇവിടെ നോക്കിക്കേ, 5 ഉണ്ട് 10 ഉണ്ട്. 5 - 10 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക, വലുതിന്റെ സൈൻ കൊടുക്കുക. 3x - 5 ഈസ് ഈക്വൽ ടു 112 എന്ന് വരും. ഇനി 3x ഈസ് ഈക്വൽ ടു 112 + 5 എന്ന് വരും. then 3x ഈസ് ഈക്വൽ ടു 117. then x ഈസ് ഈക്വൽ ടു 117/3. നോക്കിക്കേ, 3 3s are 9, 2 7, 3 9s are 27. നമുക്ക് 0 0 കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 39. നമ്മളിവിടെ എക്സ് ആയിട്ട് എടുത്തത് ആരെയാണ്? കാന്ത. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാന്തയുടെ മാർക്ക് കിട്ടിയില്ലേ? എത്ര? 39 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ വേണോട്ടോ ചെയ്യാൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. നോക്കുക, x+5 - 15 ഒക്കെ വരുമ്പോൾ ഇവിടെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കും. അപ്പൊ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾ മൈനസ് സൈൻ കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ +5ഉം -10ഉം. ഇത് ചെറുതും ഇത് വലുതും. അപ്പോൾ കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക, -5. അത് തെറ്റിക്കാതെ ചെയ്യുക കേട്ടോ. പിന്നെ 3x എന്ന് വെച്ചാൽ 3 × x ആണ്. എക്സിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ടാണ് പോരുന്നത്. പ്ലസും മൈനസും ഒന്നും ഇടരുത്. ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറം വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, അപ്പം അതിന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് ഏറ്റവും വലിയ നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് 6th നവോദയ എൻട്രൻസിൻ്റെ ക്യാപ്സ്യൂൾ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് നാളുകളിൽ ഏറ്റവും വേണ്ടപ്പെട്ട വരുന്ന ക്വസ്റ്റ്യനുകൾ മാത്രം വന്നിട്ടുള്ള, നേരത്തെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രം ചെയ്ത് പഠിക്കാനും ആ ടോപ്പിക്കുകൾ മാത്രം എടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനുമായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ബാച്ചാണ് ക്യാപ്സ്യൂൾ ബാച്ച്. ന്യൂ ബാച്ച് സ്റ്റാർട്ടിങ് ഓൺ January 8. January 8 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. വേഗം വന്ന് ജോയിൻ ചെയ്തോളൂ. മോക്ക് എക്സാമുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും. മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മോക്ക് എക്സാമും അസസ്മെന്റും ആണ്. ഇനി ക്വസ്റ്റ്യൻ എഴുതിയേ പഠിത്തം നടക്കുള്ളൂ അല്ലേ? അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ക്യാപ്സ്യൂൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ 9496949929. ഇന്ന് തന്നെ വിളിച്ച് എൻക്വയറി എടുക്കുക കേട്ടോ. എല്ലാവരും എന്താണ് ബാച്ചസ്, എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എത്ര നേരം ക്ലാസ്സസ് ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഫീസ് സഹിതം എല്ലാവരും ചോദിച്ച് എൻക്വയറി എടുത്ത് വേഗം ജോയിൻ ചെയ്യുക. January 8 to January 17 അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അർജുൻ ഗോട്ട് 4 മാർക്സ് മോർ ദാൻ ശരത് ഇൻ ആൻ എക്സാമിനേഷൻ. ആദ്രഷ് ഗോട്ട് 2 മാർക്സ് മോർ ദാൻ അർജുൻ ഇൻ ദ സെയിം എക്സാമിനേഷൻ. If all of the three them got 160 marks together as a total, Arjun's marks would be. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരെയാണ് തരാത്തത് അല്ലെങ്കിൽ അവരെ എക്സ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ആരെ കണ്ടുപിടിക്കാനാണോ പറഞ്ഞിരിക്കുന്നത് അവരെ അത് വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയുക, ക്ലാസ്സുകൾ കാണുക, നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.